ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PA.NETWORK. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ റിയൽമി ബഡ്സ് ക്ലാസിക്കിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പോൾ എല്ലാ ഇയർഫോൺ ഇറങ്ങുന്ന പോലെ റിയൽമി ബഡ്സ് ക്ലാസിക് വയർലെസ് അല്ല, വയർഡ് ഇയർഫോണാണ്. അപ്പോൾ വെറുതെ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കാതെ വീഡിയോ ഇറങ്ങാം. ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള റിയൽമി ബഡ്സ് ക്ലാസിക്കിൻ്റെ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡ് റിയൽമി ബ്രാൻഡിങ്ങും പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബോക്സിൻ്റെ ബാക്ക് സൈഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇയർഫോണിൻ്റെ മോഡൽ നമ്പർ, ഇയർഫോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയിട്ടുള്ളൂ. 40mm ജാക്ക്, ഡീപ്പർ ആൻഡ് റിച്ചർ ബാസ്, പിന്നെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ. എന്നാൽ നമുക്ക് ബോക്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കാം. നമുക്ക് ഇയർഫോൺ ഓപ്പൺ ചെയ്യാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ബോക്സിൻ്റെ അകത്ത് നല്ല പാക്കിങ്ങോടെയൊക്കെ തന്നെയാണ് ഇയർഫോൺ വെച്ചിട്ടുള്ളത്. ഇനി ബോക്സിൻ്റെ താഴെയുള്ള സെക്ഷനിലാണ് ഇയർഫോണിൻ്റെ വയറുള്ളത്. ഇനി ബോക്സിൻ്റെ താഴെയായിട്ട് വീണ്ടും ഒരു സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്താണ് നമുക്ക് ഒട്ടും ഉപയോഗമില്ലാത്ത വാറണ്ടി കാർഡും യൂസർ മാനുവലും ഇരിക്കുന്നത്. യൂസർ മാനുവൽ ഇപ്പോഴും എന്തിനാണ് തരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും നമുക്ക് തന്നു നമ്മൾ വാങ്ങുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ബോക്സും എല്ലാം സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇയർഫോൺ നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് റിയൽമി ബഡ്സ് ക്ലാസിക്. ഇനി ഇയർഫോണിന് ബഡ്സ് ക്ലാസിക് എന്ന പേരിൽ മാത്രമല്ല, കാണാനൊരു ക്ലാസിക് ലുക്കുണ്ട്. പിന്നെ വയർ മൊത്തം റബ്ബർ ഇൻസുലേറ്റഡ് കോട്ടിങ്ങുമാണ്. പിന്നെ ഇയർഫോൺ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇയർഫോണിൻ്റെ വയറുകൾക്ക് കുരുങ്ങാറുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിന് ടാങ്കിൾലെസ് ആയിട്ടുള്ള വയേഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് ഇയർഫോണിൻ്റെ വയറുകൾ അധികം കുരുങ്ങാറില്ല. പിന്നെ ഇയർഫോണിൻ്റെ ആഡിയൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇത് സംഭവിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ഡ്രൈവേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ 40mm ഡ്രൈവേഴ്സാണ്. അതുകൊണ്ട് ബാസൊക്കെ നല്ല പൊളിയാണ്. പിന്നെ ഈ സിംഗിൾ ബട്ടണായതുകൊണ്ട് നിങ്ങൾക്ക് മ്യൂസിക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പൗസ് ചെയ്യാനും കാൾ ആൻസർ ചെയ്യാനും എൻഡ് ചെയ്യാനും മാത്രമേ പറ്റത്തുള്ളൂ. കൂടെ ഇതിൽ HD മൈക്രോഫോണാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എനിക്ക് കേൾപ്പിച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മൈക്കിൻ്റെ ക്വാളിറ്റി എനിക്ക് കേൾപ്പിച്ച് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ ഈ വീഡിയോൻ്റെ ഫുൾ വോയിസ് ഇതിൻ്റെ മൈക്രോഫോണിലാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ ഇതിലുള്ള ഒരു റബ്ബറിൻ്റെ കേബിൾ ഓർഗനൈസറാണ്. ഇയർഫോൺ യൂസ് ചെയ്യാത്തപ്പോഴേക്ക് ഇയർഫോൺ നേരെ വണ്ണം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ടാണ് ഇതുള്ളത്. ഇനിയുള്ളത് ഇതിൻ്റെ ഫിറ്റിംഗ് ആണ്. അഫിൻ ഇയർഫോൺസ് അങ്ങനെ എല്ലാവരുടെയും ചെവി ഫിറ്റ് ആവാറില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം ഫിറ്റ് ആവുന്നുണ്ട്. നിങ്ങളുടെ ചെവി ഒരുപാട് ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫിറ്റ് ആവണമെന്നില്ല, ചെറുതായിട്ടൊക്കെ വലുതാവണം. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയാണ് റിയൽമി ബഡ്സ് ക്ലാസിക്കിനെ കുറിച്ചുള്ളത്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യാത്തപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് ഇട്ട് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഇയർഫോണിന് ഡാമേജ് ആവുന്നതെന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 399 രൂപയാണ്. ഇതിപ്പോൾ ആമസോണിലും realme.com-ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.